ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ അബ്സല്യൂട്ട് ബൈ നടരാജഗുരു. നിങ്ങൾ കാണുന്ന ലോകം, നിങ്ങൾ അനുഭവിക്കുന്ന ചിന്തകൾ, സമയം തന്നെ ഇവയൊക്കെ യഥാർത്ഥ സത്യമല്ലെങ്കിൽ അതിനും അപ്പുറം ഒരിക്കലും മാറാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അബ്സല്യൂട്ട് എന്ന പുസ്തകമാണ് നടരാജഗുരു എഴുതിയത്. ഒരു വലിയ ചോദ്യം ഇതിലുണ്ട്. യഥാർത്ഥ സത്യം എന്താണ്? എല്ലാവർക്കും സ്വാഗതം. ഫിലോസഫിയിലും ആത്മീയതയിലും താല്പര്യമുള്ളവർക്ക് ഇത് വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ്. പക്ഷെ വിഷമിക്കേണ്ട, ഇത് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. അബ്സല്യൂട്ട് എന്നത് എന്താണ്? അബ്സല്യൂട്ട് എന്നത് എന്താണ്? സാധാരണയായി പറഞ്ഞാൽ അത് പരമസത്യം ആണ്. അതായത് ഒരിക്കലും മാറാത്തത്, സമയത്തിനും സ്ഥലത്തിനും അതീതമായത്, മറ്റൊന്നിനും ആശ്രയിക്കാത്തത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സ്, ശരീരം, ബന്ധങ്ങൾ. പക്ഷേ അബ്സല്യൂട്ട് അത് സ്ഥിരവും ശാശ്വതവുമാണ്. ഈ ബുക്കിൻ്റെ സെക്ഷൻ 2 റിലേറ്റീവ് വേഴ്സസ് അബ്സല്യൂട്ട്. നടരാജഗുരു 2 തരത്തിലുള്ള സത്യത്തെ പറയുന്നു. ഒന്നാമത്തത് റിലേറ്റീവ്, മലയാളത്തിൽ സാപേക്ഷ സത്യം. നമ്മൾ ദിവസേന അനുഭവിക്കുന്ന ലോകം, ഇവിടെ എല്ലാം വിരുദ്ധങ്ങളാണ്. നല്ലത് വേഴ്സസ് മോശം, സന്തോഷം വേഴ്സസ് ദുഃഖം. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എൻ്റെ അർത്ഥം പരമമായ സത്യം എന്നാണ്. ഇവയെല്ലാം കാണാനുള്ള, ഇവയെല്ലാം കടന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വിഭജനമില്ല, വിരുദ്ധങ്ങളില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യം മാത്രം. ഈ സെക്ഷൻ 3 നടരാജഗുരു നോൺ ഡ്യുവാലിറ്റി, അതായത് അദ്വൈതം, ഈ പുസ്തകത്തിലെ പ്രധാന ആശയം അദ്വൈതമാണ്. അഥവാ രണ്ടല്ല. അതിൻ്റെ അർത്ഥം നിങ്ങളും ലോകവും വേർതിരിഞ്ഞതല്ല. കാണുന്നവനും കാണപ്പെടുന്നതും ഒന്നാണ്. അതായത് ഞാൻ എന്നതും
ലോകം എന്നതും രണ്ടല്ല, ഒന്നായ സത്യത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. സെക്ഷൻ 4 പറഞ്ഞിരിക്കുക, എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യം പറയുമ്പോൾ ഇത് എളുപ്പമല്ല. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും വേർതിരിക്കൽ, താരതമ്യം, വിരുദ്ധങ്ങൾ ഇവയിലൂടെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട് അതിന് പുറത്താണ്. അതുകൊണ്ട് നടരാജഗുരു ലോജിക്, ഫിലോസഫി, സയൻസ് താരതമ്യങ്ങൾ ഇവ ഉപയോഗിച്ച് ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. സെക്ഷൻ 5 നടരാജഗുരു പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ഉപകാരമാണ്? ഈ ആശയം മനസ്സിലാക്കിയാൽ ജീവിതത്തെ വേറൊരു രീതിയിൽ കാണാം. താൽക്കാലിക കാര്യങ്ങളിൽ നിന്നുള്ള ആശ്രയം കുറയും. ഉള്ളിൽ ഒരു സമാധാനമുണ്ടാകും. എല്ലാം മാറുമ്പോൾ മാറാത്തത് മനസ്സിലാക്കുന്നത് നമ്മെ സ്ഥിരതയിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ക്ലോസിങ്ങിൽ പറഞ്ഞ അബ്സല്യൂട്ട് എന്ന പുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല. ഇത് നമ്മുടെ യാഥാർത്ഥ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. സത്യം എന്താണ് എന്ന ചോദ്യത്തിന് നമ്മെ നയിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് തോന്നുന്നു ഈ ലോകത്തിനപ്പുറം ഒരു പരമ സത്യമുണ്ടെന്ന്? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ. ബൈ.